നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ മാസം 15-ാം തീയതി 1200-ാം ആണ്ട് മേടമാസം 2-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്. വിശാഖം നക്ഷത്രമാണ്. മേടമാസം 2-ാം തീയതി വിശാഖം നക്ഷത്രം. വിശാഖ നക്ഷത്രം പൊതുവേ ശുഭ നക്ഷത്രമാണ്. പക്ഷേ ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ചയാണ്. ചൊവ്വ എന്ന് പറയുമ്പോൾ പ്രകൃതിയിൽ കുറച്ച് നെഗറ്റീവ് ഫലങ്ങൾ ഉണ്ടാക്കാൻ ഇടവരുന്ന ദിവസമാണ്. പലതരത്തിൽ തടസ്സങ്ങളുണ്ടാവും. ശാരീരിക ബുദ്ധിമുട്ടുകൾ വരുത്തും. അതായത് അസുഖാവസ്ഥകൾ ഉണ്ടാക്കും. അതേപോലെ തന്നെ അപകടങ്ങൾ വരുത്താനിടവരും. ശത്രുക്കളുടെ എണ്ണം കൂട്ടും. അസൂയാലുക്കളും ശത്രുക്കളും വർദ്ധിക്കും. അതേപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, വിശാഖ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ചൊവ്വാഴ്ചയാണ് ബർത്ത്ഡേ വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു വർഷം അത്ര ഭാഗ്യദായകമായ വർഷമല്ല. സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാക്കും. ചൊവ്വാഴ്ച ആയതുകൊണ്ട് മുറിവ്, ചതവ് ഒക്കെ വരാം. കേസ് വഴക്കുകളുണ്ടാവാം. സർജറിക്ക് വിധേയമാവാം. ഇങ്ങനെയുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകാൻ ഇടവരുന്ന അവസ്ഥാവിശേഷത്തെ സൂചിപ്പിക്കുന്നതാണ് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ. നമുക്കതിനെ എങ്ങനെ അതിജീവിച്ച് പോകാം, അതാണ് നമ്മളിത് നോക്കുന്നതിൻ്റെ പ്രത്യേകത. നമ്മളിത് അറിയണ എന്തിനാണ്? ഇതറിഞ്ഞിട്ട് കേട്ടിട്ട് നമ്മൾ വിഷമിച്ചിരിക്കാനോ ഒന്നുമല്ല. നമുക്കറിഞ്ഞ് മുൻകരുതലെടുത്ത് ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് പോകാൻ വേണ്ടിയിട്ടാണ്. അതിൽ പ്രധാനമായി ചെയ്യേണ്ട കാര്യം എന്നത് മുരുക ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രീതിപ്പെടുത്തുക എന്നതാണ്. മുരുക ക്ഷേത്രത്തിലെ ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, അർച്ചന ഇവ നടത്തുക. ഇപ്പോൾ ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, അർച്ചന ഇവ നടത്തുക. അതുപോലെ തന്നെ അപകടങ്ങളോ പ്രശ്നങ്ങളോ വരാതിരിക്കാൻ വേണ്ടി ശിവക്ഷേത്രത്തിൽ ഒരു വർഷക്കാലവും പക്കപ്പിറന്നാൾ, അതായത് വിശാഖ നക്ഷത്രത്തിൻ്റെ അന്ന് ഭഗവാന് സ്വയം ശരിക്ക് ചെയ്യേണ്ടത് ജലധാര, മൃത്യുഞ്ജയ ഹോമം. അർച്ചനയൊക്കെ ചെയ്യുന്നത് നല്ലതാണെങ്കിൽ പോലും ഇത് ചെയ്ത് കൊണ്ടുപോവുക. ഒരു മഹാമൃത്യുഞ്ജയ യന്ത്രം സുബ്രഹ്മണ്യ യന്ത്രവുമായി ചേർത്ത് ഈ ഒരു വർഷക്കാലവും ദേഹരക്ഷയായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു വർഷം നമ്മൾ സേഫായിരിക്കും. ദോഷഭാവങ്ങൾക്ക് നിന്ന് അതിജീവിക്കാൻ പറ്റും. അല്ലാതെ ദോഷം വരില്ലെന്നല്ല. നമുക്ക് പ്രതിവിധിയിലൂടെ 50% മാറ്റാം. 50% താൻ പാതി ദൈവം പാതി. ഇന്ന് ഓരോ കാര്യത്തിനിറങ്ങുമ്പോഴും രാവുകാലം നോക്കിയിട്ട് യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. ഇന്നും രാവുകാല സമയം വരുന്നത് 3 മണി മുതൽ 4 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 3 മണി 28 മിനിറ്റ് തൊട്ട് 5 മണി വരെയാണ് രാവുകാല സമയം. ഈ സമയം ശുഭകാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ശുഭയാത്രയ്ക്ക് തുനിയരുത്. അതുപോലെ ഗുളിക കാലസമയവും യമകണ്ഠ കാലസമയവും സൂക്ഷിക്കണം. ഗുളികൻ്റെ സമയം വരുന്നത് 12:25 തൊട്ട് 1 മണി 56 മിനിറ്റ് വരെയും യമകണ്ഠ കാലസമയം വരുന്നത് 9:21 തൊട്ട് 10:53 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അപ്പോൾ ഇന്നത്തെ ദിവസം കൊള്ളൂല എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വന്നാൽ നിങ്ങൾ അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കണം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. 44 മിനിറ്റ് നേരവും ഉണ്ട്. 48 മിനിറ്റ് ഉള്ളതിൽ 4 മിനിറ്റ് ഇടയ്ക്ക് കൊള്ളാതെ ഉള്ളൂ. അപ്പോൾ 12 മണി 1 മിനിറ്റ് തൊട്ട് 12 മണി 49 മിനിറ്റ് വരെയാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. ഈ സമയം നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിനിറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. റെഡ് കളറിലുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക.
അത് ഷർട്ടായിട്ടോ അല്ലെങ്കിൽ ചുരിദാറായിട്ടോ ബ്ലൗസായിട്ടോ നമ്മളെ ശരീരത്തിൽ ഉണ്ടാവണം. ഇതൊന്നും വസ്ത്രത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു തുണ്ട് റെഡ് കളറ് വസ്ത്രം കയ്യിൽ കരുതുന്നത് ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.